ദീനുൽ ഇസ്ലാമിന്റെ മുബാറക്കായ ദഅവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജിഹാദിന്റെ പടധ്വനികളോടെ ഒരു സമരോത്സുക ജീവിതത്തിന് സജ്ജരായിക്കൊണ്ട് ഇസ്ലാമിന്റെ കർമ്മ സരണിയിലേക്ക് കർമ്മോത്സുകരായി സാഹോദര്യത്തോടെയും നിർഭയത്വത്തോടെയും കടന്നു വരേണ്ടുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെയും നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങളും നാഥനായ തമ്പുരാൻ അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മണ്ണറകളിൽ കഴിയുന്നവർ, നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ എല്ലാ വിശ്വാസിനികൾക്കും പടച്ചവൻ അവന്റെ മഗ്ഫിറത്തും മർഹമത്തും കനിഞ്ഞരുളുകയും ആ ഖബറിടങ്ങളെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് നിരപരാധികളായി പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ മോചനം നൽകുമാറാകട്ടെ. അവരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ പടച്ചവൻ നമ്മെ പങ്കാളികളാക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം മാത്രം കരുതി ഇഖ്ലാസോടെ, ആഫിയത്തോടെ, നിർഭയത്തോടെ സംസാരിക്കുവാൻ വിനീതനും കേൾക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതിലുപരി പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയ വിശാലതയോടുകൂടി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും പരിവർത്തനമുണ്ടാക്കുവാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിലെ ഐക്യം എന്ന വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഏകദേശം കുറേയേറെ നാളുകളായി ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു ദീനീ സദസ്സിന് വേണ്ടി വിളിക്കുമ്പോൾ മറ്റ് വേറെ എവിടെ പോയാലും അവിടെയൊക്കെ മറ്റു പല വിഷയങ്ങളും ഉണ്ടാവും. ചെറുപ്പക്കാരെ പറ്റി പറയണം, മദ്യപാനത്തെ പറ്റി പറയണം, മൊബൈലിന്റെ ദുരുപയോഗത്തെ പറ്റി പറയണം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ മഞ്ചേശ്വരം, മംഗലാപുരം ഈ ഭാഗങ്ങളിലൊക്കെ വന്നാൽ എല്ലാവർക്കും തരാൻ ഒരൊറ്റ വിഷയമുള്ളൂ: മുസ്ലിം ഐക്യം. കാരണം അത്രത്തോളം ഈ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഐക്യമില്ലായ്മയാണ്. സംഘടനകൾക്ക് കുറവൊന്നുമില്ല, നമുക്കിടയിൽ പ്രഭാഷകന്മാർക്കും കുറവൊന്നുമില്ല, നേതാക്കന്മാർക്ക് കുറവില്ല, പണത്തിന് കുറവില്ല, ചെറുപ്പക്കാർക്ക് കുറവില്ല. ഐക്യമാണ് നമുക്കില്ലാതെയായി പോയത്. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഐക്യമില്ലായ്മ രൂക്ഷമാവുകയും തമ്മിൽ തല്ല് രൂക്ഷമാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ ഐക്യം, ആ ഐക്യമെന്ന വലിയ ഒരു അനുഗ്രഹത്തെ തിരിച്ചറിയുവാനും കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഐക്യപ്പെടുവാനും നാളൊന്നു വരെ നമുക്കാർക്കും കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എവിടെ വന്നാലും വിഷയം ഐക്യം 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 തന്നെയാണ്. ഞാൻ തന്നെ ഇങ്ങനെ പരിപാടികൾക്കൊക്കെ അമീദ് സാഹിബിന്റെ കെയർ ഓഫിലാ വരുന്ന. ഞാൻ പറഞ്ഞു, ഇനി ഐക്യം പറയാനാണ് ഞാൻ വരുന്നില്ല. ഇവിടെയൊക്കെ തന്നെ ഐക്യം പറഞ്ഞു. ഈ ഇരിക്കുന്നത് ഈ പലരും വന്ന് കേട്ടിട്ടുണ്ട്. ആകെ ഒരു ഖുർആനെ നമുക്കുള്ളൂ, ഒരു നബി തങ്ങളെ ഹദീസുള്ളൂ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞത് തന്നെ പറഞ്ഞ് എനിക്ക് എന്നെ മടുത്തു. ഈ പറയുന്നതല്ലാതെ നമുക്കിടയിൽ വല്ല മാറ്റവും ഉണ്ടോ? ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെന്നാലും ഇതൊക്കെ ഒരു ഭാഗത്തോടെ കേൾക്കുന്നു. ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിറ്റേ ദിവസം രാവിലെ തന്നെ ആരെങ്കിലും ഒരാളെ കാഫിറാക്കും. നമുക്ക് അങ്ങനെയാണ്. ഒരാള് സലാം പറഞ്ഞാൽ ചിലപ്പം മടക്കാൻ, അതിന് മറുപടി പറയാൻ താല്പര്യമില്ല.
ഒരാളെ പറ്റി പറയുമ്പോ തന്നെ അയാൾ ഒരു മുസ്ലിം എന്നതിനപ്പുറം അയാൾ ഇന്ന പ്രസ്ഥാനക്കാരനാണ്, അയാളുടെ തൗഹീദ് ശരിയല്ല, അയാളുടെ സുന്നത്തി ജമാഅത്ത് ശരിയല്ല, അയാള് ബിദ്അത്തിന്റെ പക്ഷക്കാരനായ, അയാള് ശിർക്കിന്റെ പക്ഷക്കാരനാണ് എന്നിങ്ങനെ പറയാനല്ലാതെ ഒരു ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ ഐക്യപ്പെട്ട് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് കടന്നു വരുന്നില്ല. ഇത് വലിയ ഒരു അപകടമാണ്. തെരുവോരങ്ങളിലൊക്കെ ഇന്നിപ്രകാരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോഴും എന്താണ് അവിടെ ചർച്ച? ഖുർആൻ ഓതിക്കൊണ്ട്, ഹദീസുകൾ ഓതിക്കൊണ്ട് മറ്റുള്ളവനെയൊക്കെ കാഫറാക്കാനും മുശ്രിക്കാക്കാനും മുബത്തദിയാക്കാനും ഭീകരവാദിയാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും സലാം പറയരുതെന്ന് പറയാനും പറഞ്ഞാ മടക്കരുതെന്ന് പറയാനും പള്ളിയിൽ നിന്ന് അടിച്ചിറക്കാനും അവരുടെ പള്ളിയിൽ കയറാൻ പാടില്ലെന്ന് പറയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായി നമ്മുടെ സദസ്സുകൾ, ഇതിനൊക്കെ വേണ്ടി മാത്രമായി നമ്മുടെ സദസ്സുകൾ. ഐക്യമെന്ന അനുഗ്രഹത്തെ നമ്മളൊക്കെ മറന്നുപോയി, ഐക്യമെന്ന ശക്തിയെ നമ്മളൊക്കെ മറന്നുപോയി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. വിധീതനൽപ്പം മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ദിവ്യ സൂക്തമുണ്ടല്ലോ. പടച്ച തമ്പുരാനോടും നിങ്ങളോടും പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ اذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹു ഏകനാണെന്ന് വിശ്വാസമുള്ളവരെ, ഹബീബായ റസൂലിൽ വിശ്വാസമുള്ളവരെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, സ്വർഗ്ഗ നരകങ്ങളിൽ വിശ്വാസമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ പറയുന്നു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയല്ലേ. പടച്ചവൻ പറയുകയാണ്, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമുണ്ട്, ഈ അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയാൻ പാടില്ല. സദാസമയത്തും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങളും മറക്കാൻ പാടില്ലെന്ന് പടച്ചവൻ പറയുന്ന അനുഗ്രഹമേതാ? ലക്ഷോപലക്ഷം മൈലുകൾ അകലെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് സൗരോർജത്തെ തരുന്ന സൂര്യൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, പതിരാത്രിയുടെ നിശബ്ദതയിൽ മനുഷ്യന് തണുപ്പും നിലാപം തരുന്നതായ ചന്ദ്രൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് പോലും അപ്പുറത്തുള്ളതായ കോടാനുകോടി നക്ഷത്രങ്ങളുള്ളതായ ആയിരക്കണക്കിന് താരക സമൂഹങ്ങളെ മറക്കരുതെന്നല്ല, ദിനേനയെന്നോണം ആയിരം ആയിരം അലമാലകൾ അഞ്ഞടിക്കുന്നതായ സമുദ്രമെന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്തോടുകൂടി നീന്തി തുടിക്കുന്നതായ കോടാനുകോടി ജീവജാലങ്ങളെ മറക്കരുതെന്നല്ല. പിന്നെയോ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അനുഗ്രഹമുണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത സദാസമയത്തും നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഗ്രഹമേത് അനുഗ്രഹമാണെന്നറിയുമോ? ഇത് കുന്തും ഈ വിശ്വാസികളെ, ഒരു കാലത്ത് നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നവരായിരുന്നു, നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ഐക്യവും ഉണ്ടായിരുന്നില്ല. അതേ സഹാബക്കളുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. കുടുംബത്തിന്റെ പേരിൽ അവർ തമ്മിലടിക്കുന്നവരായിരുന്നു, വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നവരായിരുന്നു. വഴിവക്കിലൂടെ നടന്നു പോകുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകം, ആ ഒട്ടകം ഒരു ഇല കടിച്ചു പറിച്ചതിന്റെ പേരിൽ ഒട്ടകത്തിന്റെ ഉടമയും തോട്ടത്തിന്റെ ഉടമയും വർഷങ്ങളോളം യുദ്ധങ്ങളും കലാപങ്ങളും നടത്തിയവരായിരുന്നെങ്കിൽ ഇപ്രകാരം ഇത് കുന്തും
നിങ്ങളുടെ മുൻഗാമികൾ ശത്രുതയിൽ തമ്മിലടിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കിടയിൽ ഇണക്കം നൽകിയെങ്കിൽ, നിങ്ങൾക്കിടയിൽ ഐക്യത്തിലാക്കിയെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനിടയിൽ സൗഹാർദ്ദം ഇട്ടു തന്നെങ്കിൽ അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ സഹോദരങ്ങളായി മാറിയെങ്കിൽ, നിങ്ങൾ സാഹോദര്യ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നവരായി മാറിയെങ്കിൽ, ഒരു കാലത്ത് നിങ്ങൾ തമ്മിലടിച്ചവരായിരുന്നു, ഒരു കാലത്ത് നിങ്ങൾ യുദ്ധങ്ങൾ നടത്തിയവരായിരുന്നു, ഒരു കാലത്ത് സഹകരണമില്ലാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ പടച്ചവൻ നിങ്ങൾക്കിടയിലേക്ക് ഐക്യമിട്ട് തന്നപ്പോ ഈ റുമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശരീരത്തിൽ വെട്ടുകളും മുറിവുകളും വെച്ചുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഹാബിയുടെ അടുക്കലേക്ക് മരണസമയത്തേക്ക് വായിലേക്ക് ഒഴിക്കാൻ വെള്ളവും കൊണ്ട് ചെല്ലുമ്പോ, എനിക്കല്ല ഈ വെള്ളം വേണ്ടത്, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരന് കൊടുക്കാൻ പറഞ്ഞ് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് വെള്ളവുമായി എത്തുമ്പോ, ഇല്ല ഇല്ല, മരണത്തിന്റെ സമയത്ത് ലോകത്തുള്ള മുഴുവൻ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സന്ദർഭത്തിൽ എനിക്ക് ഈ വെള്ളം ആവശ്യമില്ല, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറയത്തക്ക രീതിയിൽ മരിക്കുന്ന സമയത്തും സാഹോദര്യം മുറുകെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മഹത്തുക്കളായ സഹാബാക്കൾ എത്തിച്ചേർന്നെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുകയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കല്ലേ, ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കരുത്. ഇതില് സൗണ്ട് ഇല്ലല്ലോ, ഇത് കേൾക്കുന്നില്ലല്ലോ, കുറച്ചുകൂടെ കൂട്ടി വെക്കും. ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കരുത്, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കരുത്. പടച്ചവൻ നമ്മളോട് പറയുന്നു, ഐക്യത്തെ മറക്കരുത്, സാഹോദര്യത്തെ മറക്കരുത്. സാഹോദര്യം മുറുകെ പിടിക്കണം, ഐക്യം മുറുകെ പിടിക്കണം. പക്ഷെ നമ്മള് ഇന്ന് സംഘടന, പാർട്ടി, പ്രസ്ഥാനം, ഗ്രൂപ്പ്, അതിന്റെ പേരിൽ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. നമുക്കിപ്പോ അങ്ങനെയാ, നമ്മൾ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം. നിങ്ങൾ വിശ്വാസികളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാകാൻ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പറയുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ചിന്തിക്കണേ, പരസ്പരം സലാം പറയുമ്പോഴാണ് നമുക്കിടയിൽ സ്നേഹം ഉണ്ടാകുന്നത്. ആ സ്നേഹം ഉള്ളപ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുന്നത്. ആ വിശ്വാസികളാകുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. പക്ഷെ അത് തന്നെ നമ്മൾ മറന്നില്ലേ? പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മുസൽമാൻ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ സലാം എത്ര പേരും മടക്കും? ചിന്തിക്കണം. 5 നേരം നിസ്കാരമുള്ള, നിസ്കാരത്തഴമ്പുള്ള, താടിയുള്ള, കണ്ടാലും മുസ്ലിമാണ്, നല്ല മനുഷ്യനാണ്, എല്ലാം അറിയാം. എന്നാലും സലാം പറഞ്ഞാൽ മടക്കാൻ താല്പര്യമില്ല. എന്തേ? നമ്മുടെ പാർട്ടിക്കാരനല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളല്ല, നമ്മുടെ സംഘടനയുടെ, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. നമ്മളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ഒറ്റ ഒരു കാരണത്തിന്റെ പേരിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയാനും സലാം മടക്കാനും പഠിപ്പിച്ചപ്പോൾ അത് തന്നെ നമ്മൾ അങ്ങോട്ട് മറന്നു. ഒരു ഹോൾ ബോഡി സ്കാനിങ് ഇങ്ങനെ നടത്തും. ഇവൻ സലാം പറഞ്ഞാൽ മടക്കണോ? ഇവൻ ഏത് ഗ്രൂപ്പുകാരനാ? നമ്മുടെ ഗ്രൂപ്പാണോ അതോ എതിർ ഗ്രൂപ്പാണോ? നമ്മുടെ സംഘടനയാണോ? ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ അവസ്ഥയൊക്കെ എന്താ അല്ലേ? ഒരു പണ്ഡിതൻ ഒരു ദീനീ സദസ്സ് നടക്കാൻ പോവാ, അപ്പൊ അവിടെ പ്രസംഗിക്കാൻ ഒരാള് വരാൻ പോവാ. അപ്പൊ നമ്മൾ എങ്ങനെ വിലയിരുത്തും? അള്ളിട്ടിരിക്കുന്ന ജുബ്ബയുടെ അളവ് കണ്ടോ? അതിന് നീളം കൂടുതലാണ് അല്ലെങ്കിൽ നീളം കുറവാണ്? അയാളുടെ പേരിനോടൊപ്പമുള്ള ഡിഗ്രി ഉണ്ടോ? അയാളെ സംസാരം കേട്ടോ? കൊണ്ട് വരുന്ന പണ്ഡിതൻ മുസ്ലിം അല്ല, ഇന്ന പ്രസ്ഥാനക്കാരനാണ്. നമുക്ക് അങ്ങനെയാണല്ലോ. മുസ്ലിം എന്നുള്ളത് നമ്മൾ മറക്കുന്നു. അത് ഇന്ന പ്രസ്ഥാനക്കാരനാ, അതുകൊണ്ട് അയാളെ സംസാരം കേൾക്കൽ ഹറാം.
അതുകൊണ്ട് അവര് പോകലെ ഹറാം, അതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ വർഗീയത, ഏറ്റവും വലിയ ജാതീയത, ഏറ്റവും വലിയ അസഹിഷ്ണുത ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനെ പിടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഐക്യത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ് നിങ്ങൾ മറക്കരുതെന്നാണ്. മഹല്ലുകളിലും ഐക്യമില്ല, പള്ളികളിലും ഐക്യമില്ല, മുസ്ലിങ്ങൾക്കിടയിലും ഐക്യമില്ല. എല്ലാവരും ഐക്യമെന്ന് തകർന്നുപോയി. ഐക്യത്തെ ഇന്ന് എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു പറഞ്ഞത് നിങ്ങളെ ഐക്യത്തെ മറന്നുപോകല്ലേ. എല്ലാ സമയത്തും നിങ്ങൾക്ക് ഐക്യത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകട്ടെ. സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ഐക്യത്തെ തകർക്കാൻ പാടില്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ഐക്യത്തെ തകർക്കാൻ പാടില്ല, പാർട്ടിക്ക് വേണ്ടി ഐക്യത്തെ തകർക്കാൻ പാടില്ല. അല്ലാഹു പറയുകയാ, നിങ്ങൾ തമ്മിൽ ഐക്യപ്പെടാൻ കഴിയട്ടെ, നിങ്ങൾ തമ്മിൽ സാഹോദര്യത്തിലാകാൻ കഴിയട്ടെ. വൽതകും മിൻകും ഉമ്മത്തുൻ يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. അല്ല പറയുന്നു, നിങ്ങൾക്കിടയിൽ കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടുന്നത് എന്തിനാ? നിങ്ങൾ ഐക്യപ്പെടേണ്ടുന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങളിൽ പാർട്ടികൾ ഉണ്ടാകേണ്ടുന്നത്, നിങ്ങളിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടുന്നത്, നിങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകേണ്ടുന്നത് എന്തിനാണെന്നറിയുമോ? യദഊന ഇലൽ ഖൈർ, നന്മകളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാൻ, നന്മകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ. വയഉമറൂന ബിൽ മഅറൂഫ്, നന്മകളിലേക്ക് ജനങ്ങളെ കൽപ്പിച്ചു കൊണ്ടടുപ്പിക്കാൻ. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളിൽ നിന്ന് ജനങ്ങളെ തടയാൻ. നന്മകൾക്ക് വേണ്ടിയാണ് പാർട്ടികൾ വേണ്ടത്, നന്മകൾ പറയാൻ വേണ്ടിയിട്ട്, നന്മയുടെ പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, സത്യത്തിന്റെ പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, അനീതിയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിൽ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വേണ്ടതെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെ നന്മയുമായി ബന്ധപ്പെടുന്നവർ ആരൊക്കെയാണോ അവരാണ് വിജയികളെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, ഇന്ന് പാർട്ടിയുടെ പേരിൽ നന്മകളെ നമ്മൾ തകർത്ത് കളഞ്ഞില്ലേ? സംഘടനയുടെ പേരിൽ നന്മകൾ നമ്മൾ തകർത്ത് കളഞ്ഞില്ലേ? വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. അല്ലാഹു പറയുകയാ, വലാ തകൂനൂ കല്ലദീന, ഒരു കൂട്ടം ആളുകളെ പോലെ നിങ്ങളാകാൻ പാടില്ല. അവരുടെ സ്വഭാവം നിങ്ങൾക്ക് വരാൻ പാടില്ല, അവരുടെ ശൈലി നിങ്ങൾക്ക് വരാൻ പാടില്ല, അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. അവരാരെന്നറിയുമോ? കല്ലദീന തഫറഖൂ വഖ്തലഫൂ, അവര് സമൂഹത്തിലെ ഐക്യത്തെ തകർത്ത് കളയുന്നവരാ. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കി, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിസാര വിഷയത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവരില്ലേ? മഹല്ലിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവരില്ലേ? ഗ്രൂപ്പിസം കളിക്കുന്നവരില്ലേ? പാർട്ടിയുടെ പേരിൽ ഐക്യത്തെ നശിപ്പിച്ച് കളയുന്നവരില്ലേ? മറ്റുള്ളവരെ കഫറാക്കാനും മുശ്രിക്കാക്കാനും നിൽക്കുന്നവരുമില്ലേ? ഒരിക്കലും അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല, ഒരിക്കലും അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. അതേ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ടും, ഐക്യപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളാണെന്ന തിരിച്ചറിവുണ്ടായിട്ടും, ഒന്നായി ചേർന്ന് നിൽക്കേണ്ടതാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും അവിടെ ഒന്നിച്ചു നിൽക്കാൻ കഴിയാതെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ കോപ്പുകൂട്ടുമ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഐക്യപ്പെട്ട് നിൽക്കേണ്ടുന്നവരാണ് തങ്ങളെന്ന ചിന്താഗതിയില്ലാതെ അതിനെയെല്ലാം മറന്നുകൊണ്ട്, അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, സമുദായത്തെക്കാൾ പാർട്ടിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, ഇസ്ലാമിനേക്കാൾ ഗ്രൂപ്പിന് സ്ഥാനം കൊടുത്തുകൊണ്ട് മഹല്ലുകളിൽ ഫിത്നയുണ്ടാക്കി, പള്ളികളിൽ ഫിത്നയുണ്ടാക്കി, മദ്രസകളിൽ ഫിത്നയുണ്ടാക്കി, സ്നേഹത്തോടുകൂടി കഴിയുന്ന പൊതുജനത്തെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്ത് കളയുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും നിങ്ങൾ അവരെ പോലെ ആകാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹ് പഠിപ്പിക്കുക നമ്മളെ.
നിങ്ങൾ ഐക്യത്തെ മറക്കരുത്. നിങ്ങൾക്കിടയിൽ പാർട്ടി വേണം, പ്രസ്ഥാനം വേണം, കൂട്ടായ്മകൾ വേണം. എന്തിനാ? നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവനെയൊക്കെ കാഫിറാക്കാൻ, അല്ലേ? ബാക്കിയുള്ളവനെയൊക്കെ മുശ്രിക്കാക്കാൻ, അവരോട് സഹകരിക്കരുതെന്ന് പറയാനല്ല. അല്ലാഹ് പറയുന്നു ഉണ്ടാകട്ടെ, നിങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ, പ്രസ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ. എന്തിന്? നന്മകളിലേക്ക് ക്ഷണിക്കാൻ, സത്യത്തിന്റെ പക്ഷം ചേരാൻ, തിന്മകളെ തടയാൻ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂട്ടായ്മകളെങ്കിൽ ആ കൂട്ടായ്മയുടെ വക്താക്കൾ വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നേരെ മറിച്ച് ചില ആളുകളുണ്ട്, അല്ലാഹ് പറയാ അവരെ പോലെ നിങ്ങൾ ആകരുത്. അതിൽ കേൾക്കുന്നില്ല. അവരെ പോലെ നിങ്ങൾ ആകരുത്. അവരാരാന്നറിയോ? വലാ തകൂനു കല്ലദീന, ഒരു കൂട്ടം ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അവരുടെ മെയിൻ സ്വഭാവം തഫറഖു, ഉമ്മത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കും. സ്നേഹത്തോടുകൂടി കഴിയുന്ന ആളുകളെ പിരിച്ചു കളയാം, ഒരു സഹകരണം ഇല്ലാതാക്കുക, ഐക്യത്തെ തകർത്ത് കളയുക. അഭിപ്രായ വ്യത്യാസം, ആവശ്യമില്ലാത്ത ചർച്ചയും കാര്യം, സംവാദം, വാദപ്രതിവാദം, അത് ഇത് പ്രശ്നം പറഞ്ഞു ഉമ്മത്തിനെ തകർത്ത് കളഞ്ഞു. എന്തിനാണ്? അങ്ങനെയുള്ളവരെ പോലെ നിങ്ങളാകരുത്. കാരണം ഉലൈക ലഹും അദാബുൻ അലീം, ഉമ്മത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, വ്യക്തമായ സന്ദേശം കിട്ടി, ദൃഷ്ടാന്തം കിട്ടി, എന്നിട്ടും ഐക്യപ്പെടാൻ കഴിയാത്ത ആളുകളെ പോലെ നിങ്ങളാകരുത്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടം ഏതാ? നമ്മൾ ഈ തൗഹീദ് പറഞ്ഞ് തമ്മിലടിക്കുന്ന, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് തമ്മിലടിക്കുന്ന, ഗ്രൂപ്പ് പറഞ്ഞ് തമ്മിലടിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടം ഏതാ? ഞാൻ തുറന്നങ്ങ് പറയുക, ഞാൻ തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. സുന്നിയും പറഞ്ഞ്, എപിയും പറഞ്ഞ്, ഈകയും പറഞ്ഞ്, സലഫിയും പറഞ്ഞ്, മുജാഹിദും പറഞ്ഞ്, ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞ്, തബ്ലീഗും പറഞ്ഞ്, പോപ്പുലർ ഫ്രണ്ടും പറഞ്ഞ്, ലീഗും പറഞ്ഞ്, PDPയും പറഞ്ഞ്, ഈ തമ്മിലടിച്ച് ഉമ്മത്തിന്റെ ശക്തി നമ്മളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടം ഉണ്ടല്ലോ, അതേത് കാലഘട്ടം എന്ന് നമ്മൾ ചിന്തിക്കണം. കാലഘട്ടത്തെ പറ്റിയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇസ്ലാമിക ശരീഅത്തിനെ പോലും ഇവിടെ വേണ്ട എന്ന പ്രസ്താവന വന്നിരിക്കുന്നു. ചിന്തിക്ക്, ഇവിടെ ഇപ്പോ കൈ കെട്ടണോ എന്നുള്ള, എവിടെ അല്ലേ, കെട്ടാൻ കൈ വേണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല. തല മറയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ ആ ചർച്ച, മറയ്ക്കാൻ തല വേണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല. ചിന്തിക്കണേ, നമ്മുടെ ചർച്ചകളൊക്കെ ഇന്ന് എവിടെയാ? സമുദായത്തെ നശിപ്പിക്കാൻ ഇത്രയും നാളും ഇവിടുത്തെ വർഗീയ പരിവാരങ്ങളുടെ പ്രസ്താവന എന്താ? മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ നമുക്ക് വേണ്ടത്. ഇപ്പൊ പരസ്യമായി പറഞ്ഞു, ഇസ്ലാം ഇല്ലാത്ത ഇന്ത്യ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ശരീഅത്തിനെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരീഅത്തിനെ താറടിച്ച് കാണിച്ച് ശരീഅത്തിനെ നശിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോ നമ്മളിവിടെ തൗഹീദും സുന്നത്തും ബിദ്അത്തും ശിർക്കും പറഞ്ഞ് തമ്മിലടി, ഉള്ള കൂട്ടായ്മകൾ തകർക്കുന്നു, ഉമ്മത്തിന്റെ ഐക്യമില്ലാതെയാക്കുന്നു, സാഹോദര്യത്തെ നശിപ്പിക്കുന്നു, പൊതുശത്രുവിനെ തിരിച്ചറിയുന്നില്ല. നമ്മൾ തമ്മിൽ ശത്രുതയിലാണ്. അറിയേണ്ട ശത്രുവിനെ അറിയേണ്ട പോലെ അറിയാൻ നമുക്ക് പറ്റിയോ? ഈ കാലഘട്ടം ഏത് എന്ന തിരിച്ചറിവുണ്ടാകണം. ഫറോവമാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ന്യൂനപക്ഷ വിശ്വാസ സമൂഹമായ മുസ്ലിമീങ്ങളെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യാൻ കൈവെള്ളയിലിരിക്കുന്ന അർഹതയില്ലാത്ത അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫറോവമാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ആ ഫറോവമാരുടെ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, വിജയം ലഭിക്കണമെങ്കിൽ, ഐക്യപ്പെടാനാണ് നമുക്ക് കഴിയേണ്ടത് എങ്കിൽ ആ ഫറോവമാർക്കെതിരിൽ ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചിന്തയിലേക്ക് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. നമ്മൾ തമ്മിലടിക്കുക. ഫറോവ വർഷങ്ങൾക്ക് മുമ്പ് ചത്തിട്ടുണ്ടാവും. ഫറോവ ചത്തു. പക്ഷേ നമ്മൾ അറിയണം, ഫറോവ ചാവുമ്പോ പടച്ചോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ചാവുകയാണ്, നിന്നെ ഞാൻ ഇന്ന് കൊന്നുകളയാ. പക്ഷേ ഇന്നു മുതൽ നിന്റെ ശവശരീരത്തെ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാ? ലിതകൂന ലിമൻ ഖൽഫക ആയ,
നിനക്ക് ശേഷം വരുന്ന കുറെ ആളുകൾക്ക് നീ ഒരു ഗുണപാഠമാകണം. അതുകൊണ്ട് നിന്നെ ഞാൻ സൂക്ഷിച്ചു. ഖുർആൻ ഇത് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് 1800 ഇന്നലകളിൽ ചെങ്കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഫറോവയുടെ ശവം കിട്ടി. ഒരു കേടുപാടുമില്ല. ഇന്നും ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ ആ ഫറോവയുടെ ശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? നമുക്കൊക്കെ അതിൽ കുറെ പഠിക്കാനുണ്ട്. നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അബൂലഹബ് ചത്തുപോയെന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ, അബൂജഹൽ ചത്തുപോയെന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലികുല്ലി ഉമ്മത്തിൻ ഫിർഔൻ, എല്ലാ കാലഘട്ടത്തിലും ഫറോവമാരുണ്ടാകും. വ ഇന്ന ഫിർഔന ഹാദിഹിൽ ഉമ്മത്തി അബൂജഹൽ, ഈ കാലഘട്ടത്തിന്റെ ഫറോവ അബൂജഹലാണ്. എല്ലാ കാലഘട്ടത്തിലും ഫറോവമാരുണ്ടാകും. എങ്കിൽ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ഫറോവമാരുണ്ടാവും. തിരിച്ചറിയണം. ഫറോവമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ആ ഫറോവമാരെ നമുക്ക് പരിചയപ്പെടുത്തിയില്ലേ? ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയാ يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم وفي ذلكم بلاء من ربكم عظيم. അല്ലാഹു പറഞ്ഞു തരികയാ, ഫറോവമാരാരാ? ഫറോവയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെന്ന തിരിച്ചറിവില്ലാതിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിത പ്രമാണത്തിലെ പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ പ്രഥമ സ്ഥാനം നാം കൊടുത്ത് അനുകരിക്കേണ്ടുന്ന വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അർഹതയില്ലാത്ത അധികാരം കൈവെള്ളയിൽ വെച്ചിരിക്കും അഹങ്കാരിയും ധിക്കാരിയുമായ അധികാരിയായിരുന്ന ഫറോവ. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. തന്റെ നാട്ടിലുള്ള ജനങ്ങളെ പറ്റി ചിന്തയില്ലാതെ, തന്റെ നാട്ടിലുള്ള ജനങ്ങളെ പറ്റി ബുദ്ധിമുട്ടില്ലാതെ സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ ജീവിച്ചിരുന്ന അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. അതേ, തന്റെ നാട്ടിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടങ്ങളെ, പ്രശ്നങ്ങളെ അറിയാതെ പുതിയ പുതിയ നിയമങ്ങളും നിരോധനങ്ങളും പാസാക്കുന്ന ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ ഫറോവ. ആ ഫറോവ തന്റെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനായിരുന്നത്രേ. തന്റെ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നവനാണ് ഫറോവ. മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, പാർട്ടിയുടെ പേരില്, വർഗത്തിന്റെ പേരില് പൊതുജനത്തിന്റെ ഉള്ളിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കിയിട്ട് ആ ജനങ്ങൾക്കിടയിൽ വർഗീയതയുണ്ടാക്കി അതിലൂടെ തന്റെ കയ്യിലേക്ക് വന്ന ഭരണാധികാരത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായ അക്രമിയും ധിക്കാരിയുമായ ഭരണാധികാരിയാണ് ഫറോവ. എങ്കിലും നാനും നിങ്ങളും ചിന്തിച്ചു നോക്കണേ, അങ്ങനെ ഒരു ഫറോവയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങളും നിരോധനങ്ങളും പാസാക്കുന്ന, പൊതുജനത്തിന്റെ ഇടയിൽ വർഗീയതയുണ്ടാക്കിയിട്ട് നരനായാട്ട് നടത്തുന്ന, നിങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന അധികാരിയായ ഫറോവ. ന്യൂനപക്ഷ വിശ്വാസി സമൂഹമായ മുസ്ലിമീങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട്, കൊലപാതകൾ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ട്, കലാപങ്ങൾ അടിച്ചുവിട്ടുകൊണ്ട്, നിങ്ങളുടെ പിഞ്ചോമനകളെ പോലും അരുങ്കൊല ചെയ്യുന്നവൻ ഫറോവ. ഗർഭിണി പെണ്ണിന്റെ വയറ് കീറി തൃശൂലം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ട് കരിച്ചു കളയുന്ന പിഞ്ചോമന മക്കളോട് പോലും അരുങ്കൊല നടത്തുന്നതായ ഫറോവമാർ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മുസ്ലിമേ ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല? നിങ്ങളുടെ പെണ്ണുങ്ങളെ അനാഥരാക്കി, വിധവകളാക്കി, അഗതികളാക്കി. ഫറോവമാരുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങളായ ബനൂ ഇസ്രായേലിലെ പെണ്ണുങ്ങളുടെ നഗ്നത കണ്ടവരെ മാനഭംഗം ചെയ്തുകൊണ്ട് അവരുടെ ശരീരം പിച്ചി ചീന്തുന്നവരായിരുന്നു ഫറോവമാരെങ്കിൽ അങ്ങനെ കലാപങ്ങളിലൂടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഫറോവമാരെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ല എങ്കിൽ നാം അറിഞ്ഞുകൊള്ളടേ, നാം ഐക്യപ്പെടേണ്ട സമയം അധികരിച്ചിരിക്കുകയാ. കാരണം ഖുർആൻ ഏതൊരു ഫറോവയെ പറഞ്ഞോ ആ ഫറോവയുടെ കാലത്തിലേക്ക് നാം ഇതാ എത്തിച്ചേർന്നിരിക്കുകയാ. ഇനി ഐക്യപ്പെടാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, നിനക്ക് ശേഷമുള്ള കുറെ ആളുകൾക്ക് നിന്നിന്ന് കുറെ പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും ഫറോവമാർ വരും. നമുക്കതൊന്നും ഒരു ചർച്ചയല്ല. ഫറോവമാരെത്തി, അധികാരം കൈവെള്ളയിൽ വെച്ച അഹങ്കാരങ്ങൾ കാണിക്കുന്ന ഫറോവ, പൊതുജനത്തിന്റെ ഇടയിൽ വർഗീയതയുണ്ടാക്കുന്ന ഫറോവ, യസൂമുനകും സൂഅൽ അദാബ്, കലാപങ്ങൾ നടത്തും. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല, പെണ്ണുങ്ങളെ പോലും വെറുതെ വിടില്ല. ഈ ഫറോവമാരെ പറ്റി ഖുർആൻ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേ, ആ ഫറോവമാർ നമ്മുടെ കാലത്തിൽ എത്തിയില്ലേ? ആ കാലത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്നു ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഫറോവയുടെ അടയാളങ്ങൾ എണ്ണി എണ്ണി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫറോവയ്ക്ക് ഒരു പ്രധാനപ്പെട്ട അടയാളമുണ്ട്. കാരണം ആരെങ്കിലും അയാളോട് പോയിട്ട് അയാൾ നടത്തിയിട്ടുള്ള കലാപങ്ങളെയും അക്രമങ്ങളെയും പറഞ്ഞാൽ ഉടൻ തന്നെ ഫറോവയ്ക്ക് തിരിച്ചു പറയാനുണ്ടാകും, ഞാൻ എന്റെ നാട്ടിൽ നടത്തിയ വികസനങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഫറോവയുടെ അടയാളമാ. കലാപങ്ങളെ പറ്റി മറുഭാഗത്ത് പറയുമ്പോ കലാപങ്ങളെ മറച്ചു പിടിക്കാൻ തന്റെ നാട്ടിലുണ്ടാക്കിയ വികസനങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വളരാൻ അവസരമുണ്ടാക്കി കൊടുത്തതിനെ പറ്റി പ്രസംഗിക്കും ഫറോവ. ചിന്തിക്കും, ഖുർആൻ പറഞ്ഞയാണിത്. മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ബോധനത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അന്നർസിൽ മഅനാ ബനി ഇസ്രായീൽ, നീ പീഡിപ്പിക്കുന്ന, നീ കഷ്ടപ്പെടുത്തുന്ന ബനൂ ഇസ്രായേലുകളെന്ന മുസ്ലിമീങ്ങളെ എന്നോടൊപ്പം വിട്ടയക്കണം ഫറോവ. വലാ തുഅദ്ദിബുഹും, നീ ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നീ ഇനി അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല, നീ ഇനി അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലോപകാരിയായ ഭരണാധികാരിയായ ഫറോവയുടെ മുന്നിൽ ചെന്ന് നീതിക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദമുയർത്തുമ്പോ അന്ന് ഫറോവ മൂസയോട് തിരിച്ചു ചോദിക്കുന്നു, മൂസാ അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ. മൂസാ, നിന്നെ വളർത്തി വലുതാക്കിയവൻ ഞാനല്ലയോ മൂസാ? നിനക്ക് ഭക്ഷണം തന്നവൻ ഞാനല്ലയോ? നിനക്ക് വസ്ത്രം തന്നവൻ ഞാനല്ലയോ? നിനക്ക് പാർപ്പിടം തന്നവൻ ഞാനല്ലയോ? കലാപങ്ങളെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ആ കലാപങ്ങളെ മറച്ചു പിടിക്കാൻ താൻ നാട്ടിൽ വരുത്തിയിട്ടുള്ളതായ ഏതോ ചില വികസനങ്ങളെ പറ്റി പ്രസംഗിക്കുന്നവൻ ഫറോവ. ആ ഫറോവ മൂസാ നബിയോട് പ്രസംഗം നടത്തുമ്പോ മൂസാ നബി ഫറോവയോട് തിരിച്ചു ചോദിക്കുകയാണ്, നീ നടപ്പിൽ വരുത്തി എന്ന് പറയുന്ന വികസനങ്ങളേതാ? ഒരു ഭാഗത്ത് കലാപങ്ങൾ നടത്തി മുസ്ലിമീങ്ങളെ മുഴുവനും അടിച്ചമർത്തി തെരുവോരങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ബനൂ ഇസ്രായേലുകളെ അടിമകളാക്കിയിട്ട് തെരുവോരങ്ങളിൽ തെണ്ടുകളെ പോലെ വലിച്ചെറിച്ചിട്ട് വലിയ വലിയ മുതലാളിമാർക്ക് വളരാൻ അവസരമുണ്ടാക്കിയിട്ടാണോ നീ അതിനെ വികസനമെന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്നത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു. ആ ഫറോവ വളർത്തിക്കൊണ്ട് വന്നതായ ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? ഇന്നത്തെ അംബാനിയല്ല, ഇന്നത്തെ അദാനിയല്ല, ഇന്നത്തെ റിലയൻസ് അല്ല, ടാറ്റയോ ബിർളയോ അസീം പ്രേംജിയോ അല്ല. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള
ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയില്ലേ, ഫബഗാ അലൈഹിം, പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പൊതുജനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കിയ ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയില്ലേ, അവന്റെ സമ്പത്തിന്റെ കണക്കെന്താ? ആതൈനാകു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു, അവന്റെ സമ്പത്തിന്റെ എണ്ണം പറഞ്ഞാൽ അവന്റെ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകളുടെ താക്കോലുകൾ സൂക്ഷിക്കാൻ പോലും വലിയ വലിയ ഒട്ടകങ്ങളും കാവൽക്കാരും ആവശ്യമായിട്ടുണ്ടായിരുന്നെങ്കിലും അത്രത്തോളം പണമുണ്ടാക്കിയ കോർപ്പറേറ്റ് മുതലാളിയായ ഖാറൂൻ എന്ന മുതലാളിക്ക് വളരാൻ അവസരമുണ്ടാക്കിയ ഫറോവയുടെ അടയാളങ്ങൾ ഞാൻ പറയാം. ആ ഫറോവ കലാപങ്ങൾ നടത്തും, പൊതുജനത്തെ അടിച്ചമർത്തും, കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലും, സ്ത്രീകളെ മാനഭംഗം ചെയ്യും എന്ന് മാത്രമല്ല ഈ കലാപങ്ങളെ പറ്റി പറഞ്ഞാൽ എന്ത് പറയും? നിങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ലേ, ഈ വികസനമൊന്നും കാണുന്നില്ലേ? വികസനങ്ങളെ പറ്റി പ്രസംഗിക്കും ഫറോവ, വികസനങ്ങളെ പറ്റി പ്രസംഗിക്കും. ചൂട് കാരണോ തൊപ്പി എടുത്തത് കേട്ടോ, ഇനി തൊപ്പിയില്ലാതെ പ്രസംഗിച്ചെന്ന് പറഞ്ഞേക്കല്ലേ തമ്പുരാനെ, പേടിയാ. തൊപ്പിയില്ലാത്ത ആളാണ് അയാള്, ഇപ്പൊ അയാൾ ഇനി അതിലായോ ഇതിലായോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ, ചൂട് കാരണമാ, ക്ലിപ്പന്മാരുടെ കാലഘട്ടമാ. ഇത്രയും പറഞ്ഞു ഒന്നും ചിലപ്പോ കേൾക്കൂല, ചിലപ്പോ ഇത് മാത്രം അങ്ങ് ക്ലിപ്പും. എന്നിട്ടതൊക്കെ ഉണ്ടോ സർക്കാസിന് തൊപ്പിയില്ലാതെ അപ്പൊ പ്രസംഗിക്കുന്നേ, അതുകൊണ്ട് ചൂട് കാരണം ഊരി വെച്ചതാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫറോവ, ആ ഫറോവയെ പറ്റി ഖുർആൻ പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് മുതലാളിയാണ്. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് അടിച്ചൊതുക്കുമ്പോഴും മറുഭാഗത്ത് മുതലാളിമാരൊക്കെ ഇങ്ങനെ വളരും, കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കും. അല്ല, ഇനിയെങ്കിലും മനസ്സിലായോ ഈ ഫറോവ ആരാന്ന്? ഇനിയുണ്ട് ഖുർആൻ പറഞ്ഞ ഫറോവയുടെ അടയാളം. ഫറോവ കല്യാണമൊക്കെ കഴിച്ച ആളാണ്, പക്ഷെ ഫറോവയുടെ ഭാര്യ ഫറോവയ്ക്കെതിരായി. സ്വന്തം ഭാര്യ അയാൾക്കെതിരാണ്. അയാൾക്കെതിരെ പറയുന്ന, എതിരെ പ്രാർത്ഥന നടത്തുന്ന, അയാളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ഒരു ഭാര്യയായിരുന്നു ഫറോവയുടെ ഭാര്യ. ഫറോവയ്ക്ക് മക്കളും കുടുംബമൊന്നുമില്ല, കുടുംബത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ഫറോവയുടെ വലിയൊരടയാളമാണ്, ഫറോവയുടെ വലിയൊരടയാളമുണ്ട്. ഫറോവ വലിയ പ്രാസംഗികനാണ്, പ്രസംഗമൊക്കെ നടത്തും, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇയാൾ പ്രസംഗിക്കും. ഫറോവയുടെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാന്ന് ഖുർആൻ പറഞ്ഞാണ്. ഫറോവ തന്റെ പ്രസംഗം, ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ പൊതുജനത്തിന്റെ മുമ്പിൽ വന്നിരുന്ന പ്രസംഗം തുടങ്ങുന്നത് ആദ്യം വിളിക്കും, യാ ഖൗം, യാ ഖൗം, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം, നീ അതിനെ നമ്മൾ ഹിന്ദിയിലേക്കൊക്കെ മാറ്റിയാൽ യാ ഖൗം മേരെ പ്യാരെ ദേശവാസിയോ. ഫറോവ തന്റെ പ്രസംഗം തുടങ്ങുന്നത് പോലും ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടാ. ഖുർആനാണ് സഹോദരങ്ങളെ, ഖുർആൻ. ഈ ഫറോവയെ തിരിച്ചറിയാൻ പറ്റിയോ? ഈ ഫറോവയും ഖുർആൻ പറയുന്നു, ഫറോവ ഒറ്റയ്ക്കല്ല കലാപങ്ങൾ നടത്തുന്നത്. ഫറോവയോടൊപ്പം വർഗീയത തലയ്ക്ക് പിടിച്ച ഒരു ഭൂരിപക്ഷ വർഗീയ സമുദായമുണ്ട്. ഖുർആൻ അവർക്ക് പേര് പറഞ്ഞു ആലു ഫിർഔൻ. ആലു ഫിർഔൻ, ആലു ഫിർഔൻ എന്ന പേരുള്ള ഒരു വർഗീയത തലയ്ക്ക് പിടിച്ച ഭൂരിപക്ഷ സമൂഹമാ ഫറോവയ്ക്ക് വേണ്ടി കലാപങ്ങൾ നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഇയാൾക്കൊരു പാർട്ടി അധ്യക്ഷനുണ്ട്, ഫിർഔന വഹാമാന. ഒറ്റയ്ക്കല്ല, ഫിർഔനും ഹാമാനും പാർട്ടി അധ്യക്ഷനും കൂടെ ചേർന്നിട്ടായി കലാപങ്ങളൊക്കെ നടത്തുന്നത്. ഫറോവയുടെ കൂടെ ഇയാൾ എപ്പോഴും ഉണ്ടാവും. ഖുർആൻ പറയാ, നമുക്ക് മുമ്പ് കഴിഞ്ഞു കടന്നുപോയ വർഗീയവാദികളായ അപകടകാരികളായ ഭരണാധികാരികളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഇത് കാലോചിതമായി അറിഞ്ഞു, പടച്ചവനെ ആ കാലത്തിൽ ഞങ്ങൾ എത്തിയെങ്കിൽ ഇനിയെങ്കിലും ഐക്യപ്പെടണ്ടേ. സൂറത്തുൽ കഹ്ഫിൽ ദഖുനായൂസ് എന്ന പേരുള്ള ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അയാളുടെ നിയമം, നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ അയാൾ അനുവദിക്കൂല, മുസ്ലിമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ പറയുന്ന നിയമം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി വന്ന ആളാ ദഖുനായൂസ്. അയാളുടെ കാലഘട്ടത്തിൽ 6-7 ചെറുപ്പക്കാർ ശരീഅത്തിനെതിരെ ഭരണകൂടം സംസാരിച്ചപ്പോൾ
ശരീഅത്ത് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ അസ്ഹാബുൽ കഹ്ഫ് അല്ലെ, നമുക്കറിയില്ല. അവരൊരു ഗുഹയിൽ പോയി 350 വർഷം അവർ ഉറങ്ങി. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഉറക്കം ഒന്നുറങ്ങി ഉണർന്നു, ഒരു ദിവസം ഉറങ്ങി എന്നതിലപ്പുറം ഒന്നുമില്ല. ഒന്ന് ഇരുട്ടി വെളുത്തു. ഉറക്കം എഴുന്നേറ്റപ്പോൾ വയറു വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൊടുത്ത് ഒരാളെ പറഞ്ഞു വിട്ടു, ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരിക. ഇയാള് ഹോട്ടലിൽ പോയി ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു, ഭക്ഷണം കൊണ്ടുവന്നു. ബില്ല് കിട്ടി. ബില്ലിലുള്ള പണം നോക്കിയിട്ട് ആ പൈസ ഹോട്ടലുകാരനെ ഏൽപ്പിച്ചു. അയാൾ ആ പൈസ വാങ്ങിയില്ല. അയാൾ പറഞ്ഞു, ഈ പൈസയൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചു, ഈ പൈസയൊന്നും ഇനി എടുക്കില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് കയ്യിലുണ്ടായിരുന്ന പൈസയെ നിരോധിച്ചു. ഇത് ഖുർആനാണ്, ഇസ്ലാമിന്റെ ചരിത്രമാണ്. നമുക്കിതൊന്നും ഒരു ചർച്ചയല്ലല്ലോ. അല്ല പറഞ്ഞ ചില ആളുകൾക്ക് ഫറോവമാരിലൂടെ ഗുണപാഠമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പോയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫറോവ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് വർഗീയതയുടെ പ്രസംഗങ്ങൾ നടത്തുന്നവനാണ്. ഫറോവമാര് ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ ചേരിതിരിവുകൾ നടത്തുന്നവരാണ്. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയിട്ട് ചില ആളുകൾ ശുഐബ് നബിയുടെ ദഅവത്തിനെ സ്വീകരിച്ച് മുസ്ലിമായപ്പോൾ അന്നുണ്ടായിരുന്ന അധികാരവർഗത്തിന്റെ താഴ്ചയുള്ള പ്രമാണിമാര് പരസ്യമായി പ്രസ്താവന നടത്തുകയുണ്ടായി. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ഏ ശുഐബേ, മുസ്ലിമായി ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ശുഐബേ. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകണം ശുഐബേ. ഇവിടെ നിന്ന് നിങ്ങൾ എവിടേക്കെങ്കിലും പോകണം ശുഐബേ. ഇവിടെ നിങ്ങളെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ശുഐബേ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുഖത്ത് നോക്കി മഹാനുഭാവനോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് കൽപ്പിച്ച വർഗീയത പിടിച്ച ഫറോവമാരെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ. ഇനി അതല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണോ, ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് താമസിക്കണോ എങ്കിലും ഞങ്ങൾ തന്നെ അവസരമൊരുക്കി തരാം. ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ്, ഒരേ ഒരു കണ്ടീഷൻ മാത്രമാ. എന്ത് കണ്ടീഷനാ? ഔ ലതഊദുന്ന ഫീ മില്ലതിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. ഇനി ഇവിടെ ജീവിക്കണോ, ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കണോ എങ്കിലും നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വരിക. ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വന്നാൽ, ഞങ്ങളുടെ ആശയത്തെ സ്വീകരിച്ചാൽ, ഞങ്ങളുടെ ആദർശത്തെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാം. അതല്ല എങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് മുസ്ലിമീങ്ങളെ നോക്കി പ്രസ്താവന ഇറക്കിയ വർഗീയത തലയ്ക്ക് പിടിച്ച അധികാരികളെ പരിചയപ്പെടുത്തുന്നു ഖുർആൻ. ശുഐബ് നബിയുടെ കാലഘട്ടത്തിൽ ചില ആളുകളുടെ പ്രസ്താവന, ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ശുഐബേ, നീയും മുസ്ലിമീങ്ങളും ഒക്കെ ഈ നാട്ടിൽ നിന്ന് പോണം, പാകിസ്ഥാനിൽ പോണം, ഇവിടുന്ന് പൊക്കോണോ, ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നാടാ. ഫറോവയുടെ പ്രസ്താവനയാണ്. യാ ഖൗം, ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്റ, ഇത് നമ്മുടെ നാടല്ലേ, അധികാരം നമുക്കല്ലേ, നമ്മളല്ലേ ഇവിടെ ഭൂരിപക്ഷം, നമുക്കല്ലേ ഇവിടെ എവിടെയും ഉള്ളത്. വർഗീയതയുടെ പ്രസ്താവന. ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയേക്കണം, ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല.
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതുല്യമായ പങ്കുവഹിച്ച മഹത്തുക്കളുടെ പാരമ്പര്യമുള്ള മുസ്ലിം സമൂഹം, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എത്രയോ അതുല്യമായ പങ്കുവഹിച്ചവരാണ്. സ്വാതന്ത്ര്യ സമരം വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയെന്ന് ഫത്വ കൊടുക്കുകയുണ്ടായ ബഹുമാന്യനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലയുടെ, ഷാ വലിയുല്ലാഹി മുഹദ്ദിസ് ദഹ്ലവി റഹിമഹുല്ലയുടെ, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ, ഖാസിം നാനൂത്തവിയുടെ, അഷ്റഫ് അലി താനവിയുടെ അനുയായികളെ നോക്കിയിട്ട് ചില ആളുകൾ പറയുന്നു ഇവിടുന്ന് നിങ്ങൾ പോകണമെന്ന്. അല്ലേ? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നു ചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ ബഹുമാനനായ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ അനുയായികളെ നോക്കിയിട്ട്, ബഹുമാന്യനായ എളിയങ്കോട് ഉമർ ഖാദിയുടെ അനുയായികളെ നോക്കിയിട്ട്, ബഹുമാന്യനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അനുയായികളെ നോക്കിയിട്ട്, കുഞ്ഞാലി മരക്കാന്മാരുടെ അനുയായികളെ നോക്കിയിട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടി പഴത്തലിയിൽ ചവിട്ടിയിട്ട് തലയെ തല്ലി വീണ് ചത്തുപോയ പാരമ്പര്യം പോലും ഇല്ലാത്ത ചില ആളുകൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ വേണം, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോണോന്ന്. മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് പോണം. വർഗീയതയുടെ പ്രസ്താവന ഖുർആൻ പറഞ്ഞാണിത്. ഞാൻ ഇന്നലത്തെ പത്രം നോക്കിയിട്ട് നിങ്ങളോട് പറയല്ല, നമുക്കിതൊന്നും ഒരു ചർച്ചയല്ലല്ലോ. ഇസ്ലാമിക സമൂഹം നേരിടുന്ന ഖുർആൻ മുന്നറിയിപ്പ് നൽകി ഇതൊക്കെ നമുക്കൊരു ചർച്ചയാണോ? ഈ വിഷയങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെ മാർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതേ ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ പ്രധാന പ്രവർത്തനമെന്താ? ഇസ്ലാമിന്റെ പ്രബോധനത്തെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് ഫറോവ. ഇസ്ലാമിന്റെ പ്രബോധനത്തിനെതിരെയും പ്രബോധകന്മാർക്കെതിരെയും ശബ്ദമുയർത്തുന്നവനാണ് ഫറോവ. ഫറോവ എന്ന ധിക്കാരിയുടെ കാലഘട്ടത്തിൽ മൂസാ നബി എന്ന പ്രബോധകൻ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുമ്പോൾ മൂസാ നബിയുടെ ദഅവത്ത് കൊണ്ട് കുറെ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഫബാഅമനു മൂസാ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അയ്യഫ്തിലുഹും. ഫറോവ എന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെയും ശരീഅത്തിലെയും നശിപ്പിക്കുന്ന ഫിറഔനയുടെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ ദഅവത്തിനെ തടയാൻ വേണ്ടി ഫറോവ പൊതുജനത്തിന്റെ മുന്നിലേക്ക് വന്ന് വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് പ്രസ്താവനം നടത്തുകയാ. ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും ഔ അയ്യുളിഹിറ ഫിൽ അർളിൽ ഫസാദ്. അല്ലയോ ജനങ്ങളെ, മൂസാ നമ്മുടെ നാട്ടിലെ പ്രബോധനം നടത്തുന്നുണ്ടെങ്കിൽ ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും, ഈ മൂസ നമ്മുടെ നാട്ടിൽ നിർബന്ധം മതപരിവർത്തനം നടത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. മൂസ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ നിർബന്ധിച്ചു മുസ്ലിമാക്കുകയാ, അവരെ ഭീഷണിപ്പെടുത്തി മുസ്ലിമാക്കുകയാ, പ്രേമം നടിച്ചു മുസ്ലിമാക്കുകയാ. ലൗ ജിഹാദിന്റെ റോമിയോ ജിഹാദിന്റെ ആക്ഷേപങ്ങളുമായി ഇന്നത്തെ ഫറോവമാരല്ല സഹോദരങ്ങളെ വന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസാ നബിയുടെ പ്രബോധനത്തിൽ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ രാംസസ് രണ്ടാമൻ എന്ന ഫറോവ പറഞ്ഞു അത്രേ, ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും, നിങ്ങളെ നിർബന്ധിച്ച് ഇവിടെ മതം മാറ്റത്തിന് വിധേയരാക്കുകയാ. ഔ അയ്യുളിഹിറ ഫിൽ അർളിൽ ഫസാദ്, അങ്ങനെ ഇസ്ലാമിന്റെ ആളുകളെ കൂട്ടിയിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്, തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കുകയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ വർഗീയതയുടെ പ്രസ്താവനകൾ നടത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഫറോവ എന്ന ചക്രവർത്തി എന്ന് വിശുദ്ധ ഖുർആൻ. ഇനിയെങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. ഞാൻ ഭയപ്പെടുക മൂസ ഇവിടെ നിർബന്ധ മതപരിവർത്തനം, ലൗ ജിഹാദ് റോമിയോ ജിഹാദ്, ഇപ്പൊ പുതിയ ജിഹാദ് കിട്ടി, കണ്ണുരുട്ടി ജിഹാദ്. സാക്കിർ നായിക്ക് കണ്ണുരുട്ടിയിട്ട് മുസ്ലിമാക്കുക. അയ്യുബദ്ദില ദീനക്കും, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് മതം മാറ്റുക, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് മതം മാറ്റുക. എന്നിട്ടോ ഔ അയ്യുൽഹിറ ഫിൽ അർളിൽ ഫസാദ്, എന്നിട്ട് ഇവിടെ കുഴപ്പവും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഫറോവ നടത്തിയ പ്രസ്താവന
ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണോ മുസ്ലിങ്ങളെ, ലതഊദുന്ന ഫീ മില്ലത്തിനാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളിലേക്ക് മടങ്ങുക. വാപ്പസി. ഫറോവ വർഷങ്ങൾക്ക് മുമ്പ് ഫറോവ നടത്തിയ സിദ്ധാന്തം ഇന്നത്തെ ഫറോവമാർ ഏറ്റുപിടിച്ചു. വാക്കിന് വാക്കായി, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ഓരോ പ്രസ്താവനകൾ ഉൾപ്പെടെ ഇനി ഒരുപാട്. നമ്മുടെ വിഷയം അതല്ല. ഞാൻ എന്തിനാണ് ഈ ഫറോവയെ പറ്റി പറഞ്ഞത്? ഈ ഫറോവയെ നമുക്ക് ചർച്ചയല്ല. ഈ ഫറോവയെ പറ്റിയിട്ട് ഒരു ചിന്തയും നമുക്കില്ല. ഫറോവമാരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടോ പ്രസ്താവനകളെ പറ്റിയിട്ടോ ഗൂഢാലോചനകളെ പറ്റിയിട്ടോ നമുക്കൊന്നും ഒരു ചർച്ചയല്ല. പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ടുന്നത്, ഈ ഫറോവയുടെ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ഈ ഫറോവമാരുടെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടത് ഐക്യത്തിന്റെ മാർഗമെന്ന് ഖുർആൻ പറയുന്നു. അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റിയോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫറോവയുടെ കാലഘട്ടം എത്തിയത് എന്ന് ഖുർആൻ ആയത്ത് വെച്ച് നിങ്ങളോട് സമർപ്പിച്ചത്. ഫറോവയുടെ കാലമെത്തി. ഫറോവ കലാപങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്, പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ദഅവത്തിനെ തടയുന്നുണ്ട്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വരികയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ മുസ്ലിമീങ്ങളെ സ്വീകരിക്കേണ്ടെന്ന മാർഗമേതാ? തൗഹീദിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, പ്രസ്ഥാനങ്ങളുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ, ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങൾ തമ്മിലടിക്കുകയല്ലേ, മദ്രസ മാനേജ്മെന്റുകൾ തമ്മിലടിക്കുകയല്ലേ, ഒരു നാട്ടിൽ ഐക്യത്തോടുകൂടി കഴിയുന്ന മുസ്ലിമീങ്ങൾ തമ്മിലടിച്ച മഹല്ലിനെ വിഭജിച്ച് 2 മഹല്ലാക്കുകയാണ്. ഗ്രൂപ്പിന്റെ പേരിൽ പള്ളികൾ വരികയാണ്, സംഘടനയുടെ പേരിൽ പള്ളികൾ വരികയാണ്, അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ പള്ളികൾ വരികയാണ്. ജുമയ്ക്ക് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് മൈക്ക് തിരിച്ചു വെച്ച് കാഫിർ എന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് മുബത്തദി എന്ന് വിളിക്കുകയാണ്. കണ്ടാല് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാലും മടക്കാൻ പാടില്ല, സഹോദര്യ ബന്ധത്തിലൂട്ടി ഉറപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഭിന്നതയുടെയും ചിത്രതയുടെയും മോശമായ ജീർണതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ. ഫറോവമാരുടെ കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞ വിജയത്തിന്റെ മാർഗമുണ്ട്. ആ ഫറോവമാരുടെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, ഈ അഹങ്കാരികളും ധിക്കാരികളും കലാപകാരികളുമായ ഈ ഫറോവമാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥാ. ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുമ്പോ, പടച്ച തമ്പുരാനാ വിജയത്തിന്റെ മുന്നൊരുക്കം എന്നോണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കൊടുത്ത ഉപദേശം എന്താ? ഉമ്മത്തിനെ ഐക്യപ്പെടുത്തുക എന്നുള്ളതാ. കാരണം മൂസാ നബിയുടെ കാലഘട്ടത്തിൽ 12 പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതാ. 12 ഗോത്രക്കാരുണ്ടായിരുന്നത്രേ, 12 പാർട്ടികൾ ഉണ്ടായിരുന്നത്രേ, ഓരോരുത്തർക്കും അവരവരുടെ നേതാക്കന്മാരുണ്ടായിരുന്നത്രേ. ഉമ്മത്തെ ഐക്യത്തിലല്ലാതെ 12 വിഭാഗങ്ങളായി പിന്തിരിഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ ഐക്യമില്ലായ്മ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫറോവധികാരം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഉമ്മത്തിന് വിജയം വേണമോ? ഇസ്രായേലുകളും ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തിന് ഫറോവമാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ എങ്കിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പടച്ചവൻ കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണോ? സമൂഹത്തിന് വിശ്വാസികൾക്ക് ശക്തിപ്പെടാൻ കഴിയണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 12 വിഭാഗത്തിനെയും ഒന്ന് ചേർക്കുക എന്നുള്ളതാ. ഈ 12 പാർട്ടികളെയും ഒന്ന് ചേർക്കുക എന്നുള്ളതാ. അന്തബവാലി ഖൗമികുമാ ബിമിസ്റ ബുയൂതാ വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാ
മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പടച്ച തമ്പുരാൻ പറഞ്ഞു, മൂസായേ ഹാറൂനേ, നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം, നിങ്ങളുടെ ജനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുക. 12 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു നിൽക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്ന് ഐക്യപ്പെടാൻ നിങ്ങൾ പറയുക. അവരെയെല്ലാം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒന്ന് ചെറുക്കുക. അവരെയെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുക, ഒരേ വീടുകളിൽ കൊണ്ടുവന്ന് താമസിക്കുക. എന്നിട്ട് ആ വീടുകളിൽ നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഫറോവാർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥന നടത്തുക. ഉമ്മത്തിന്റെ ഐക്യത്തിലാണ് വിജയമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഫറോവാർക്കെതിരിൽ ജയിക്കണോ, നിങ്ങൾ ഐക്യപ്പെടട്ടെ. ഫറോവാർക്കെതിരിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ഭാഗത്തുള്ള സഹായം വേണോ, ഐക്യപ്പെടാൻ നമുക്ക് കഴിയട്ടെ. ആധുനിക ഫറോവമാരെ ഭരണം നടത്തുന്ന കാലഘട്ടത്തില്, കലാപങ്ങൾ അഴിച്ചിട്ട് സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തില്, വർഗീയതയുടെ പ്രസ്താവന ഇറക്കുന്ന കാലഘട്ടത്തില് ഇനിയും നമ്മൾ തമ്മിൽ തല്ലുകെട്ട് സമുദായത്തെ നശിപ്പിച്ചു കളയണോ? ഇനിയും നമ്മൾ ഈ ഐക്യത്തെ നശിപ്പിച്ചു കളയണോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതായ സാഹോദര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെയാ നമുക്ക് വിജയമുള്ളത്. തമ്മിലടിച്ചാ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാ. തമ്മിലടിച്ചാ നമ്മുടെ ശക്തി ഇല്ലാതായി പോകുന്നതാ. തമ്മിലടിച്ചാ നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, അത്വീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വിശ്വാസികളെ, അത്വീഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുക. ഇസ്ലാമിനെ അംഗീകരിച്ച് നിങ്ങൾ ജീവിക്കുക. എന്നാൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ വന്നേക്കാം, നിങ്ങൾക്കിടയിൽ വീക്ഷണ വ്യതിയാനങ്ങൾ വന്നേക്കാം, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ കുഴപ്പങ്ങൾ വന്നേക്കാം. പക്ഷേ വലാ തനാസഉ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ തമ്മിലടിക്കല്ലേ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ വഴക്കടിക്കല്ലേ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. നിങ്ങൾ ഐക്യത്തെ മുറുകെ പിടിക്കട്ടെ. മഹല്ലുകളിൽ ഐക്യമുണ്ടാകട്ടെ, നാടുകളിൽ ഐക്യമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകട്ടെ. ഐക്യത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വലാ തനാസഉ, പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ഗ്രൂപ്പിന് വേണ്ടി, നേതാവിന് വേണ്ടി, ആദർശത്തിന്റെ പേരിൽ, ആശയത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കുന്നവരായി മാറിയാൽ ഫതഫ്ശലൂ, ഖുർആൻ പറയുന്നു, നിങ്ങൾ തോറ്റുപോകുന്നതാ. എവിടെയും നിങ്ങൾ തോറ്റുപോകുന്നതാ. ഇന്ന് ഈ ഉമ്മത്ത് പരാജയത്തിന്റെ കയ്പ് നീറു കുടിക്കുമ്പോ അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് പരാജയമല്ലേ, രാഷ്ട്രീയ രംഗങ്ങളിലെ പരാജയമല്ലേ, സാമ്പത്തിക രംഗങ്ങളിലെ പരാജയമല്ലേ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പരാജയമല്ലേ, സാംസ്കാരിക രംഗങ്ങളിലെ പരാജയമല്ലേ. അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്, നിങ്ങൾ തമ്മിലടിച്ചാൽ ഫതഫ്ശലൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. ശത്രുവിന്റെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. വർഗീയതയുടെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. നിങ്ങൾക്ക് പിന്നെ മുസ്ലിമായി ജീവിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് പിന്നെ ദഅവത്ത് നടത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇബാദത്ത് പോലും നിർവഹിക്കാൻ പറ്റില്ല. ഫതഫ്ശലൂ, നിങ്ങൾ തോറ്റുപോകുമെന്ന് ഖുർആൻ. എന്ന് മാത്രമല്ല, വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോകുന്നതാണ്, ശക്തി പോകുന്നതാണ്. അതുകൊണ്ട് തമ്മിലടിക്കല്ലേ. വിശുദ്ധമായ ഖുർആൻ പറയാ, ഫറോവമാരുടെ കാലഘട്ടത്തിൽ ജയിക്കണോ, ഉമ്മത്ത് ഐക്യപ്പെടണം, ഉമ്മത്ത് ഐക്യപ്പെടണം. എന്ത് നേട്ടം ഉണ്ടായി തമ്മിലടിച്ചിട്ട്? ഈ കാഫറെന്ന് വിളിച്ചിട്ട്, മുബത്തദി എന്ന് വിളിച്ചിട്ട്, മുശ്രിക് എന്ന് വിളിച്ചിട്ട് നാളുന്ന വരെ എന്ത് നേട്ടം നമുക്കുണ്ടായി? എന്തു പ്രയോജനം ഉണ്ടായി? ഗൗരവമായി ഒന്ന് ചിന്തിച്ചു നോക്കെ. ഉമ്മത്ത് പലതട്ടിലായി. ഒരു സാഹോദരിയല്ല, ഒരൈക്യമില്ല, കണ്ടാ മിണ്ടൂല, സലാം പറയൂല. അവന്റെ മുഖത്തടിച്ച കാറ്റ് പോലും നമ്മുടെ മുഖത്തടിക്കല്ലേ. എന്താ കാഫിരീങ്ങളുടെ പറ്റി പോലും അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് അതും പറഞ്ഞു. മുഖത്ത് നോക്കി ചിരിക്കുക പോലും ചെയ്യല്ലേ, നമ്മളത് പറഞ്ഞു.
മുസ്ലിമീങ്ങൾ തമ്മിലടിച്ചിട്ട് അതിന്റെ പേരിൽ പരാജയം മാത്രം. ഏത് രംഗത്തും പരാജയം മാത്രം, ഏത് രംഗത്തും പരാജയം മാത്രം. നിർത്തിക്കൂടെ നമുക്ക് ഇനിയെങ്കിലും ഇതിനെ നമുക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തും നേട്ടമുണ്ടായി, എന്തും മാറ്റമുണ്ടായി ഈ ഉമ്മത്തിന്. അതുകൊണ്ട് പണ്ടെങ്ങോ ഉലമാക്കൾ ചർച്ച ചെയ്ത് കബറടക്കിയ വിഷയം ചർച്ച ചെയ്ത് ഖുർആനും ഹദീസും കൊണ്ടുവന്ന് കിതാബുകൾ രേഖപ്പെടുത്തി ചർച്ച ക്ലോസ് ആക്കിയ വിഷയം നമ്മൾ ഇന്നും പോയി കബർ കൊണ്ടുവരുന്നു. അതിങ്ങനെ സമൂഹത്തിന് മുന്നിൽ പൊതുനിരത്തില് അതിങ്ങനെ ചർച്ച ചെയ്യുന്നു. വീണ്ടും നാളിന്ന് വരെ എന്ത് നേട്ടം നമുക്കുണ്ടായി, എന്തു പ്രയോജനം ഉണ്ടായി? ഗൗരവമായി ഒന്ന് ചിന്തിച്ചുവൊക്കെ. ഉമ്മത്ത് പലതട്ടിലായി. ഒരു സാഹോദര്യമില്ല, ഒരൈക്യമില്ല, കണ്ടാ മിണ്ടൂല, സലാം പറയൂല, അല്ലേ? അവന്റെ മുഖത്തടിച്ച കാറ്റ് പോലും നമ്മുടെ മുഖത്തടിക്കല്ലേ? എന്താ കാഫിരീങ്ങളുടെ പറ്റി പോലും അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് അതും പറഞ്ഞു. മുഖത്ത് നോക്കി ചിരിക്കുക പോലും ചെയ്യല്ലേ? നമ്മളത് പറഞ്ഞു. മുസ്ലിമീങ്ങൾ തമ്മിലടിച്ചിട്ട് അതിന്റെ പേരിൽ പരാജയം മാത്രം. ഏത് രംഗത്തും പരാജയം മാത്രം, ഏത് രംഗത്തും പരാജയം മാത്രം. നിർത്തിക്കൂടെ നമുക്ക് ഇനിയെങ്കിലും ഇതിനെ നമുക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തും നേട്ടമുണ്ടായി, എന്തും മാറ്റമുണ്ടായി ഈ ഉമ്മത്തിന്. അതുകൊണ്ട് പണ്ടെങ്ങോ ഉലമാക്കൾ ചർച്ച ചെയ്ത് കബറടക്കിയ വിഷയം ചർച്ച ചെയ്ത് ഖുർആനും ഹദീസും കൊണ്ടുവന്ന് കിതാബുകൾ രേഖപ്പെടുത്തി ചർച്ച ക്ലോസ് ആക്കിയ വിഷയം നമ്മൾ ഇന്നും പോയി കബർ കൊണ്ടുവരുന്നു. അതിങ്ങനെ സമൂഹത്തിന് മുന്നിൽ പൊതുനിരത്തില് അതിങ്ങനെ ചർച്ച ചെയ്യുന്നു. വീണ്ടും അതിങ്ങനെ പറഞ്ഞു വഴക്കടിക്കും, മറ്റനെ കാഫിറാക്കും, ശിരിക്കാക്കും, കുഴപ്പമുണ്ടാക്കും. എന്തിനാണിത്? ഒരേ ആശയമുള്ളവർക്ക് പോലും ഐക്യപ്പെടാൻ പറ്റുന്നുണ്ടോ? ഒരേ ആശയമാ, വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നിട്ടും ഐക്യപ്പെടാൻ പറ്റുന്നുണ്ടോ? സാഹോദര്യത്തിലാകാൻ പറ്റുന്നുണ്ടോ? പള്ളിക്കുള്ളിൽ അടി, പള്ളി പിടിച്ചെടുക്കുക, അല്ലേ? ഖുർആൻ പറഞ്ഞ എന്താ? വഅന്നൽ മസാജിദിലില്ല, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാ. നമുക്ക് അവരുടെ പള്ളി, നമുക്ക് ളുഹറിന് ഞാനിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സഹോദരനോട് ചോദിച്ചു, ആ പള്ളി അവിടെ പോകാനുള്ള വഴി ഏതാ? ഉസ്താദേ അവിടെ പോവല്ലേ? എന്താ അത്? അവരുടെ പള്ളിയാ. അള്ളാന്റെ പള്ളി എന്നുള്ളതൊക്കെ പോയില്ലേ ഇപ്പോ? മഞ്ചേശ്വരം ടൗണിൽ ഇറങ്ങിയിട്ട് ഈ നാട്ടുകാരനല്ലാത്ത ഒരാള് ഒരു ഓട്ടോറിക്ഷയിൽ കയറി, ഒരു അമുസ്ലിമിന്റെ ഓട്ടോ തന്നെയാ. അയാളോട് ചോദിക്കുന്നു, അടുത്ത പള്ളി എവിടാ? പള്ളിയിലേക്ക് പോവുക. ഏത് പള്ളിയാണ്? അപ്പൊ തിരിച്ചു നോക്കി, ഏത് പള്ളിയാണ്? എപി പള്ളി വേണോ? ഈക്കപ്പള്ളി വേണോ? മുജാഹിദിന്റെ പള്ളി വേണോ? ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി വേണോ? തബ്ലീഗിന്റെ പള്ളി വേണോ? ഏത് പള്ളിയപ്പോ നിങ്ങൾക്ക് വേണ്ടേ? അള്ളാന്റെ പള്ളി ഇപ്പൊ ഉണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? നമ്മളൊക്കെ തന്നെയല്ലേ ഇങ്ങനെ തീരെഴുതിയത്? ഏത് സംഘടനയുടേതായാലും പള്ളിയൊക്കെ പടച്ചോണ്ടതാ. അവിടെ നീ കേറണ്ടെന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഇവിടെ നീ കേറണ്ട എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. പടച്ച തമ്പുരാന്റെ പള്ളികളാണ് എല്ലാ പള്ളികളും. എല്ലാ പള്ളികളും പടച്ചവന്റെ പള്ളികളാണ്. ഒരു പള്ളിയിൽ ചെന്നാൽ ഇങ്ങനെ നിബന്ധനകൾ എഴുതി വെച്ചേക്കാം, ഇവിടെ ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ തന്നെ. നിസ്കരിക്കുമ്പോ പോലും നിബന്ധനകൾ ചില പള്ളികൾ കണ്ടിട്ടുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നിർബന്ധ നിബന്ധനകൾ എഴുതി വെച്ചേക്കാം. അത് നിസ്കാരത്തിന്റെ ഫർദ് പോലും അല്ലാത്ത കാര്യങ്ങളാണ്. കൈ എവിടെ കെട്ടണോന്നുള്ളത് ഫർദല്ലല്ലോ, തല മറയ്ക്കണോന്നുള്ളത് ഫർദല്ലല്ലോ, അത്തഹിയാത്തിൽ വിരൽ ഉയർത്തണോന്നുള്ളത് ഫർദല്ലല്ലോ, ദുആയ്ക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം ദുആയുടെ കാര്യം ഫർദല്ലല്ലോ. കൈ എവിടെ കെട്ടിയാലും നിസ്കാരം ശരിയാവും. കൈ കെട്ടി തൊപ്പി ഇട്ടവനൊന്നും കാഫിറാവൂല. തൊപ്പിയിടൽ സുന്നത്താ, തൊപ്പി ഇടാതിരുന്നാലും കാഫിറാവൂല. അത്തഹിയാത്തിൽ വിരൽ ഉയർത്തിയാലും കാഫിറാവൂല, വിരൽ ഉയർത്തിയില്ലേലും കാഫിറാവൂല, ഉയർത്തിയ വിരൽ അങ്ങ് ആട്ടിയാലും കാഫിറാവൂല. കാഫിറാവോ? ചിന്തിച്ചോക്കെ. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താലും കാഫിറാവൂല, ചെയ്തില്ലേലും കാഫിറാവൂല. നമ്മൾ ഇതൊക്കെയായിരുന്നു ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനുള്ള മാനദണ്ഡം. ഞാനിപ്പോ ഇത് പറഞ്ഞോണ്ട് ഇപ്പൊ എന്നെയും കാഫിറാക്കിയിട്ടുണ്ടാവും. ഓ അയാൾ അങ്ങനെ പറഞ്ഞോ? ഉമ്മത്തിന്റെ തലവരെ നല്ല ചില ആളുകളുണ്ട്, അത് എത്ര പറഞ്ഞാലും അങ്ങോട്ട് മാറൂല.
അതങ്ങട്ട് എത്ര പറഞ്ഞാലും മാറാതെ ഒരു കല്ലുപോലത്തെ ഹൃദയമായി നടക്കുന്ന ഉമ്മത്തിനെ പറ്റി ചിന്തിക്കാൻ തങ്ങൾക്ക് ഇങ്ങനെ ആളായിട്ട് നിൽക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് മേൽക്കോയ്മയൊക്കെ ഉണ്ടാകണം എന്നതിലപ്പുറം ഉള്ള സ്ഥാനം നഷ്ടപ്പെടരുത് എന്ന ഫറോവൻ സിദ്ധാന്തങ്ങളും മുറുകെ പിടിച്ച് ഉമ്മത്തിനെ പല തട്ടിലാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സ്ഥാനവും അധികാരവും കൂട്ടായും അതിനു വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സൂലുമില്ല, മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള ചിന്താഗതികളുമില്ല. പള്ളികൾ പോലും ഇന്ന് പങ്കിട്ടെടുത്തിരിക്കുന്നു, പള്ളികൾ പോലും അല്ലേ. എന്നിട്ട് നമ്മൾ ചിന്തിക്കട്ടെ, ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണോ കാഫിറും മുശ്രിക്കും മുബ്തദിയാക്കുന്നത്? മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ലേ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് ഹനഫി മദ്ഹബിന്റെ ഇമാം, നമ്മുടെ ഇമാം മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, രണ്ടുപേർക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ണം എന്താ? വഅംറുഹും ശൂറാ ബൈനഹും, പൊതുവിഷയങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ഇതങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഇവിടെ ഏക സിവിൽ കോഡ് പ്രശ്നം വരുന്നു, മുസ്ലിം വേട്ട നടക്കുന്നു, പ്രബോധകന്മാരെ തകർക്കുന്നു, നിരപരാധികളെ പിടിച്ച് ജയിലിലിടുന്നു. മുസ്ലിം സമൂഹം എല്ലാം ഒന്നിച്ചിരുന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പറ്റുന്നുണ്ടോ? അവിടെയും മത്സരിക്കുക, അവിടെയും കടിപിടി കൂടുകയാ. അല്ലാഹുവിന്റെ റസൂൽ മശൂറ ചെയ്യുകയാ.